പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. രാത്രിയുടെ നിശബ്ദതയിൽ നമ്മൾ ഭയന്ന് വിറച്ചുണരുന്ന നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ നെഞ്ചിടിപ്പോടെ ചുറ്റുമുള്ള ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചോദ്യം ഇതാണ്: എന്താണ് എനിക്ക് സംഭവിച്ചത്? ഇത് കേവലം ഒരു സ്വപ്നം മാത്രമാണോ? അതോ ഇതിന് പിന്നിൽ എന്തെങ്കിലും അദൃശ്യ ശക്തികളുടെ കറുത്ത കൈകളുണ്ടോ? മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു ചോദ്യമാണിത്. ഉറക്കമെന്ന അവസ്ഥയെയും സ്വപ്നങ്ങളെയും കുറിച്ച് മനുഷ്യൻ എപ്പോഴും ജിജ്ഞാസുവായിരുന്നു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ഭയങ്ങൾക്കും സംശയങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകാൻ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിന് സാധിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബൈബിളിൽ സ്വപ്നങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ്. പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ദൈവം മനുഷ്യരുമായി ആശയവിനിമയം നടത്താൻ തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട വഴികളിലൊന്ന് സ്വപ്നമായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിന്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. തന്റെ സഹോദരന്മാരും മാതാപിതാക്കളും തന്റെ മുൻപിൽ വണങ്ങുന്നതായുള്ള സ്വപ്നങ്ങൾ ജോസഫ് കാണുന്നു. അത് കേവലം ഒരു ഭാവനയായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ദൈവിക പദ്ധതിയുടെ വെളിപ്പെടുത്തലായിരുന്നു. ഈജിപ്തിലെ ഫറവോൻ കണ്ട സ്വപ്നങ്ങൾ വരാനിരിക്കുന്ന 7 വർഷത്തെ ക്ഷാമത്തെയും സമൃദ്ധിയെയും കുറിച്ചുള്ള ദൈവത്തിന്റെ മുന്നറിയിപ്പായിരുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ രാജാക്കന്മാർ കാണുന്ന സ്വപ്നങ്ങളുടെ അർത്ഥം ദൈവിക ജ്ഞാനത്തോടെ ദാനിയേൽ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് സാമ്രാജ്യങ്ങളുടെ തകർച്ചയെയും ഉദയത്തെക്കുറിച്ചുമാണ് താൻ പ്രവചിച്ചത്. പുതിയ നിയമത്തിലും ഇതിൽ മാറ്റമില്ല. യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ജോസഫിന് ലഭിച്ച നിർദ്ദേശങ്ങളെല്ലാം സ്വപ്നത്തിൽ കൂടെയായിരുന്നു. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ഹെരോദ രാജാവിന്റെ ക്രോധത്തിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കാനും ഈജിപ്തിലേക്ക് പലായനം ചെയ്യാനും ജോസഫിനോട് ദൂതൻ സംസാരിക്കുന്നത് സ്വപ്നത്തിലായി. കിഴക്ക് നിന്നും വന്ന ജ്ഞാനികളോട് ഹെരോദാവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകരുതെന്ന് ദൈവം കൽപ്പിച്ചതും സ്വപ്നത്തിലൂടെയായിരുന്നു. അങ്ങനെയെങ്കിൽ സ്വപ്നങ്ങൾ എന്നത് ആത്മിക ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ദൈവം തന്റെ ജനത്തിന് ദർശനം നൽകാനും വഴി നടത്താനും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും സ്വപ്നങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നും പലരുടെയും ജീവിതത്തിൽ ദൈവികമായ വഴിനടത്തലുകൾ സ്വപ്നങ്ങളിലൂടെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെയാണ് നമ്മൾ വിവേചിച്ചറിയേണ്ട ഒരു പ്രധാന വശം വരുന്നത്. നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണ്. ബൈബിൾ അതിന് നൽകുന്ന ഉത്തരം അല്ല എന്ന് തന്നെയാണ്. നമ്മുടെ മനുഷ്യ സഹജമായ അവസ്ഥയും സ്വപ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യം വളരെ ലളിതമായി ഈ സത്യം തുറന്നു പറയുന്നു. ആകുലതകളുടെ ആധിക്യം നിമിത്തം സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ, ആകുലതകൾ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടുകയും രാത്രിയിൽ അത് സ്വപ്നങ്ങളായി രൂപപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ബൈബിൾ അടിസ്ഥാനത്തിൽ സ്വപ്നങ്ങളെ നമുക്ക് 3ആയി തരംതിരിക്കാം. 1, ദൈവം മനുഷ്യന് നൽകുന്ന സന്ദേശങ്ങൾ. 2, മനുഷ്യന്റെ സ്വന്തം ചിന്തകളിൽ നിന്നും ആകുലതകളിൽ നിന്നും ഉണ്ടാകുന്ന സാധാരണ സ്വപ്നങ്ങൾ. 3, ആത്മിക പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ടവ. ഇതിൽ 3ാമത്തെ കാര്യമാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. പിശാചിന് ഈ സ്വപ്നങ്ങളിൽ എന്താണ് പങ്ക്? അവൻ നമ്മെ ഉറക്കത്തിൽ ആക്രമിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. സാത്താന് നമ്മുടെ സ്വപ്നങ്ങളിൽ വന്ന് നമ്മെ നേരിട്ട് ആക്രമിക്കാൻ സാധിക്കുമോ? ഇതിന്റെ ആത്മിക സത്യം മനസ്സിലാക്കണമെങ്കിൽ ബൈബിളിൽ സാത്താന് നൽകിയിട്ടുള്ള അധികാര പരിധിയെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. അന്ധമായി ഭയപ്പെടുന്നതിന് പകരം ദൈവവചനത്തിന് വെളിച്ചത്തിൽ ചിന്തിക്കുകയാണ് ആവശ്യം. ബൈബിൾ വ്യക്തമാക്കുന്ന 1ാമത്തെ കാര്യം, ഒരു ദൈവ പൈതലിന്റെ മേൽ സാത്താന് പൂർണ്ണമായ അധികാരമില്ല എന്നതാണ്. ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മളത് വ്യക്തമായി കാണുന്നു. സാത്താന് ഇയ്യോബിനെ പരീക്ഷിക്കണമെങ്കിൽ പോലും ദൈവത്തിന്റെ അനുവാദം ആവശ്യമായി. ദൈവത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച് ഒരു കാര്യം പോലും ചെയ്യാൻ പിശാചിന് സാധിക്കില്ല. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ക്രൂശിലെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും സാത്താന്റെ തല തകർക്കുകയും
അവന്റെ സകല ആധിപത്യത്തെയും ഇല്ലാതെയാക്കുകയും ചെയ്തു. ഇത് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അനുവാദമില്ലാതെ ദൈവത്തിന്റെ കാവൽ ഭേദിച്ച് നിങ്ങളുടെ കിടപ്പറയിൽ വന്ന് നിങ്ങളുടെ സ്വപ്നത്തിൽ കയറി നിങ്ങളെ ശാരീരികമായോ ആത്മീകമായോ തകർക്കാൻ സാത്താന് നേരിട്ട് കഴിയില്ല. എന്നാൽ സാത്താൻ എപ്പോഴും തന്ത്രശാലിയാണ്. നേരിട്ടുള്ള ആക്രമണത്തെക്കാൾ അവൻ മുൻഗണന നൽകുന്നത് തന്ത്രങ്ങൾക്കാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക എന്നാണ്, അല്ലാതെ അവന്റെ ശക്തിയോടല്ല. അങ്ങനെയെങ്കിൽ സ്വപ്നങ്ങളുടെ കാര്യത്തിൽ അവൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, അവൻ നമ്മുടെ പകൽ സമയത്തെ ചിന്തകളെ മലിനമാക്കുന്നു. സാത്താന്റെ ഏറ്റവും വലിയ യുദ്ധക്കളം മനുഷ്യന്റെ മനസ്സാണ്. പകൽ സമയത്ത് അവൻ നമ്മുടെ മനസ്സിലേക്ക് ഭയം, സംശയം, നിരാശ, അശുദ്ധി, ദേഷ്യം ഇവയൊക്കെ കൊണ്ട് നിറയ്ക്കും. നമ്മൾ കാണുന്ന സിനിമകൾ, സോഷ്യൽ മീഡിയ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ, ഇവയിലൂടെയൊക്കെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ രാത്രിയിൽ നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാക്കി മാറ്റും. ഇവിടെ സാത്താൻ നേരിട്ട് സ്വപ്നത്തിൽ വരുന്നില്ല. പകൽ അവൻ വിതച്ച ഭയത്തിന്റെ വിത്തുകൾ രാത്രിയിൽ ദുസ്വപ്നങ്ങളായി വിളവെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി, വ്യാജമായ ആത്മീക ദർശനങ്ങൾ നൽകി വഴിതെറ്റിക്കുക എന്നത് അവന്റെ രീതിയാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ചിലപ്പോൾ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തെറ്റായ നിർദ്ദേശങ്ങൾ സ്വപ്നത്തിലൂടെ നൽകി വിശ്വാസികളെ പാപത്തിലേക്കോ തെറ്റായ ഉപദേശങ്ങളിലേക്കോ നയിക്കാൻ അവൻ ശ്രമിച്ചേക്കാം. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, അവ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് പരിശോധിച്ചു നോക്കൂ. ചില ആളുകൾ പറയാറുണ്ട്, തങ്ങളെ ഉറക്കത്തിൽ ആരോ വന്ന് അമർത്തുന്നതായും ശ്വാസം മുട്ടിക്കുന്നതായും തോന്നാറുണ്ട്. വൈദ്യശാസ്ത്രം ഇതിനെ സ്ലീപ്പ് പാരലൈസിസ് എന്നാണ് വിളിക്കുന്നത്. തലച്ചോർ ഉണരുകയും ശരീരം ഉറങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. എന്നാൽ ഇതിനെ പൂർണ്ണമായും ഒരു ശാരീരിക അവസ്ഥയായി മാത്രം കണ്ട് തള്ളിക്കളയാൻ ഒരു ആത്മിക മനുഷ്യന് കഴിയില്ല. കാരണം നമ്മൾ ആത്മീകമായി ബലഹീനരായിരിക്കുമ്പോൾ, പ്രാർത്ഥനാ ജീവിതം ഇല്ലാതെ ഇരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിലെ ഭയത്തെ ആത്മീക വളർച്ചയ്ക്കായി ഉപയോഗിക്കാൻ ശത്രുവിന് സാധിക്കും. പിശാച് നിങ്ങളുടെ സ്വപ്നത്തിൽ വരുന്നു എന്നതിന്റെ അർത്ഥം അവന് നിങ്ങളുടെ മേൽ അധികാരമുണ്ടെന്നല്ല, മറിച്ച് നിങ്ങളെ ഭയപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകറ്റാൻ അവൻ ശ്രമിക്കുന്നു എന്നാണ്. ആ ഭയത്തിന് നിങ്ങൾ കീഴടങ്ങുമ്പോഴാണ് അവൻ വിജയിക്കുന്നത്. ദുസ്വപ്നങ്ങളും രാത്രിയിലെ ഭയങ്ങളും നമ്മെ അലട്ടുമ്പോൾ ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്? ബൈബിൾ നമുക്ക് വെറും ഒരു അറിവ് മാത്രമല്ല നൽകുന്നത്, ഭയത്തെ അതിജീവിക്കാനുള്ള കൃത്യമായ ആയുധങ്ങളും തരുന്നുണ്ട്. പിശാചിന്റെ ഏത് തന്ത്രത്തെയും തകർക്കാൻ തക്കവണ്ണം ശക്തമായ ദൈവവചനത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാത്രി എന്നത് ഭയപ്പെടാനുള്ള സമയമല്ല, മറിച്ച് ദൈവത്തിന്റെ സംരക്ഷണം കൂടുതൽ അനുഭവിക്കാനുള്ള സമയമാണ്. 91-ാം സങ്കീർത്തനം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അതിന്റെ 5-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. രാത്രിയിലെ ഭയമെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇരുട്ടിന്റെ ശക്തികൾക്കോ ദുസ്വപ്നങ്ങൾക്കോ നിങ്ങളെ തകർക്കാൻ കഴിയില്ലെന്ന് ദൈവം ഇവിടെ ഉറപ്പ് നൽകുകയാണ്. അതിന്റെ കാരണം തൊട്ടടുത്ത വാക്യങ്ങളിലുണ്ട്. അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറച്ചുകൊള്ളും, അവന്റെ ചിറകിൻ കീഴിൽ നീ അഭയം പ്രാപിക്കും. മറ്റൊരു മനോഹരമായ വചനം 4-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സുരക്ഷിതമായ ഉറക്കം എന്നത് ദൈവത്തിന്റെ ദാനമാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ കാവൽക്കാരനായ ദൈവം ഉറങ്ങുന്നില്ല. 121-ാം സങ്കീർത്തനം 4-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പ്രപഞ്ചനാഥനായ ദൈവം നമുക്ക് കാവലിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടേണ്ടത്? ദുസ്വപ്നങ്ങൾ കണ്ട് രാത്രിയിൽ ഞെട്ടി ഉണർന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഭയന്ന് വിറച്ചിരിക്കുകയല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ നാമം ഉച്ചരിക്കുകയാണ്.
ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം അനുസരിച്ച് യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. ആ നാമത്തിന് വലിയ ശക്തിയുണ്ട്. രാത്രിയിൽ ഭയം തോന്നുമ്പോൾ വചനം ഉറക്കെ പ്രഖ്യാപിക്കുക. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നു. രാത്രിയിലെ ശാന്തമായ ഉറക്കത്തിനായി നമ്മൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ശീലിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, പ്രാർത്ഥനയോടെ ഉറങ്ങാൻ പോവുക. എത്ര വൈകിയാലും എത്ര ക്ഷീണിതനാണെങ്കിലും പ്രാർത്ഥിക്കാതെ ഉറങ്ങാൻ കിടക്കരുത്. നമ്മുടെ ദിവസത്തെയും രാത്രിയെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവിക സംരക്ഷണം നമുക്ക് ചുറ്റും വലയമായി മാറും. രണ്ടാമതായി, വചനം ധ്യാനിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയയിലെ ഭയപ്പെടുത്തുന്നതോ അശുദ്ധമായതോ ദൃശ്യങ്ങൾ കാണുന്നതിന് പകരം ദൈവവചനം വായിക്കുക. വചനം നമ്മുടെ മനസ്സിൽ സമാധാനം നിറയ്ക്കും. മൂന്നാമതായി, ക്ഷമിക്കലും മനസ്സ് തുറക്കലും. മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യമോ പകയോ വെച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കരുത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യം പറയുന്നു, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. മനസ്സ് ശുദ്ധമായിരിക്കുമ്പോൾ ദുസ്വപ്നങ്ങൾക്ക് അവിടെ സ്ഥാനമുണ്ടാകില്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കുക, സാത്താന് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവുമില്ല. ക്രൂശിൽ തോൽപ്പിക്കപ്പെട്ട ഒരു ശത്രുവിനെ ഓർത്ത് ഭയന്ന് ജീവിക്കേണ്ടവരല്ല ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ സ്നേഹത്തിലും വചനത്തിലും ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഏത് ഇരുണ്ട രാത്രിയും സമാധാനമുള്ളതായി മാറും. അവിടുത്തെ ദൂതന്മാർ നമുക്ക് ചുറ്റും പാളയമടിച്ചിട്ടുണ്ട്. ഈ പൂർണ്ണ വിശ്വാസത്തോടെ സമാധാനത്തോടെ നിങ്ങൾ വിശ്രമിക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും ഇതുപോലെയുള്ള ആത്മീക വളർച്ചയ്ക്ക് ഉതകുന്ന സന്ദേശങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. മറക്കാതെ എല്ലാ വീഡിയോയും കാണുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.